കേരളത്തിനെ മലയാള ഭാഷയിൽ കേരളം എന്ന് പറയുമ്പോഴും മറ്റു ഭാഷകളിൽ കേരള എന്നായിരുന്നു പറയാറ്. മലയാള നാമം എന്നതിനപ്പുറം ചരിത്രപരവും സാംസ്കാരികവുമായ പേര് എന്ന നിലയിലാണ് കേരളം എന്ന് മാറ്റണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. ഭരണഘടനയിലെ 1-ാം പട്ടികയിലുള്ള സംസ്ഥാനങ്ങളുടെ പേരുള്ള ഭാഗത്ത് കേരള എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. 4-ാം പട്ടികയിൽ രാജ്യസഭ സീറ്റുകളുടെ എണ്ണം പറയുന്നിടത്തും കേരള എന്നാണ്. പേരുമാറ്റം പാർലമെന്റ് അംഗീകരിച്ചതിന് ശേഷമാണ് പ്രാബല്യത്തിൽ വരിക. റഹീസ് റഷീദ് ചേരുന്നു വിശദാംശങ്ങളുമായി. റഹീസ്, പ്രാബല്യത്തിൽ വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ കേരളത്തിന്റെ 2 വർഷത്തോളമുള്ള കാത്തിരിപ്പിന് ഒരു തീരുമാനമായിരിക്കുകയാണ്. കേരളം എന്ന് തന്നെ ഉപയോഗിക്കേണ്ടി വരും ഇനി എല്ലായിടത്തും. പക്ഷെ അത് പ്രാബല്യത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരിക. ആദ്യം നമുക്ക് പരിശോധിക്കേണ്ടത് ഈ പേരുമാറ്റത്തിന് പിന്നിൽ ഇപ്പോൾ എന്താണ്? കേരളം എന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു വാക്കാണെങ്കിലും പേരാണെങ്കിലും കേരള എന്നതായിരുന്നു കേരളത്തിന് പുറത്തുള്ള ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട് പറയുന്ന പേര്. ഒപ്പം പലതരത്തിലുള്ള രേഖ, ഇപ്പോൾ ഭരണഘടനയിലെ 3-ാമത്തെയും 4-ാമത്തെയും അനുച്ഛേദത്തിലൊക്കെ കേരളവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഭാഗത്തൊക്കെ കേരള എന്നതാണ്. അതിനൊരു മലയാള തനിമ വരുന്നതിന് വേണ്ടി കേരളം എന്നാക്കണം എന്നതായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യം. ഇതിനായി 2023 നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു ബില്ല് അവതരിപ്പിച്ച് അത് കേന്ദ്രത്തിലേക്ക് അയച്ചു. അന്ന് സാങ്കേതികപരമായ പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി അത് തിരിച്ചു വരികയാണ് ചെയ്തത്. അതിനുശേഷം 2024 ആ നടപടിക്രമങ്ങൾ വീണ്ടും കേരളം ആവർത്തിച്ചപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടുകയാണ് ചെയ്തത്. ഇനി ഇത് ടെക്നിക്കലി ഇപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ അനുമതി കിട്ടി. ഇനി അത് മാറണമെങ്കിൽ നടപടിക്രമങ്ങളുണ്ട്. രാഷ്ട്രപതി ഇത് സംസ്ഥാന നിയമസഭയ്ക്ക് അയക്കണം. നിയമസഭ അംഗീകരിച്ച് തിരിച്ച് രാഷ്ട്രപതിക്ക് അയക്കണം. അത് പാർലമെന്റിലേക്ക് പോയി പാർലമെന്റിൽ ബില്ലായി പാസാക്കി അതിനുശേഷം വിജ്ഞാപനം ഇറങ്ങുമ്പോൾ മാത്രമാണ് ഔദ്യോഗികമായി കേരള എന്നത് കേരളമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും പേരുമാറ്റം നമ്മുടെ ഓഫീസുകൾ മറ്റ് ടെക്നിക്കലായ സ്ഥലത്തെല്ലാം പേരുമാറ്റം ഉണ്ടാവുക. അതിന് വലിയ ചിലവുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ മുഴുവൻ രേഖകളിലും അല്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെയുള്ള കേസുകളിൽ അങ്ങനെ മുഴുവൻ എഴുത്തുകുത്തുകളിലും കേരള എന്നത് കേരളമെന്ന് മാറ്റുന്നത് ഭാരിച്ച സാമ്പത്തിക ചിലവുണ്ട്. അതുകൊണ്ട് ധനവകുപ്പുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും അത് മാറ്റുക. അപ്പോഴും ഇപ്പോൾ കേരള ഹൈക്കോടതി എന്നതാണ് നമ്മൾ അറിയപ്പെടുന്നത്. ആ കേരള ഹൈക്കോടതിയിലെ കേരള ഹൈക്കോടതി അങ്ങനെ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഹൈക്കോടതിയുടെ പേര് മാറ്റാൻ നിയമപരമായി കഴിയില്ല. പക്ഷേ അതല്ലാത്ത കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പേരുമാറ്റൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിനകത്ത് ഒരു അഭിപ്രായ ഐക്യം മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഉണ്ടായി എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം സാധാരണഗതിയിൽ കേരളം കൂട്ടായി എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ രാഷ്ട്രീയമായി അതിനെ BJP എതിർക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ കേരളം എന്ന് മാറ്റണം എന്ന ആവശ്യത്തിന് BJPയും അനുകൂലമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് ഞങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് കത്തയക്കുകയും ആ കത്തിന് മുഖ്യമന്ത്രി നന്ദി പറയുകയും അത് ഫേസ്ബുക്ക് പോസ്റ്റായി വരികയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ടെക്നിക്കലി മലയാളി എന്ന മലയാളത്തിലുള്ള ഒരു പേര് എന്നത് ചരിത്രപരമായും സാംസ്കാരികപരമായും കേരളം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിനൊപ്പം മലയാളത്തിലേക്ക് ഇത് മാറുക എന്നതുകൂടി കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇനി നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കി. ഓക്കെ, ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഒരു മാറ്റമാണെന്നുള്ള വിമർശനങ്ങളൊക്കെയും ഉയരുന്നൊരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേരളത്തിന്റെ പ്രമേയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കേന്ദ്രമന്ത്രിയടക്കം പറഞ്ഞൊരു കാര്യം, കേരളത്തിന് ചില പദ്ധതികൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ലല്ലോ എന്നടക്കമാണ്. പക്ഷേ ഇതൊരു ചർച്ചയായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയുണ്ട്.